ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അമ്മയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് സെലിബ്രിറ്റികളാണ്. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ സെലിബ്രിറ്റികളുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാരൻ എത്ര വലിയ ആളായാലും അവര് കുറച്ച് ആൾക്കാരെ എവിടെ കൂടിയാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്, ആ ഒരു അട്രാക്ഷൻ. അത് സാഹിത്യകാരന്മാരായാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, സിനിമ അഭിനയം തൊഴിലാക്കി നടക്കുന്നവർ എവിടെങ്കിലും കൂടുമ്പോൾ, എവിടെങ്കിലും വരുമ്പോൾ എന്തോ ജനങ്ങൾക്ക് ഒരു വിഭ്രാന്തിയോ ഒരു ഇതാണ്. അവരവിടെ തടിച്ചുകൂടുന്നു, അവരെ ശ്രദ്ധിക്കുന്നു, അവരുടെ മൂവ്മെന്റുകൾ ശ്രദ്ധിക്കുന്നു. സത്യത്തിൽ ഈ മൂന്ന് വിഭാഗങ്ങളെ നമ്മൾ പ്രത്യേകമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവരാണ് ഈ അഭിനയിക്കുന്നവരാണ് എന്നാണ് ഞാൻ പറയാ. പക്ഷെ അത് പറഞ്ഞ് നമ്മൾ കളിയാക്കാൻ പറ്റില്ല. പക്ഷെ ജനങ്ങളുടെ മനോഭാവം ഇവർ വലിയ ഒരു എന്തോ സംഭവമാണെന്നുള്ള നിലയ്ക്കാണ് ഇവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും അത് സാമൂഹ്യ മാധ്യമത്തിലും സമൂഹത്തിലും വലിയൊരു സംഭവമായി മാറുന്നത്. എന്ത് വൃത്തികേട് കാട്ടിയാലും എന്ത് നല്ലത് ചെയ്താലും അവർക്ക് അവരുടെ ആ ഇത് കൂടി വരുന്ന വിരോധാഭാസമാണ് നമ്മൾ കാണുന്നത്. ഇത് ഇപ്പോ അവരുടെ സംഘടന ഇതുവരെ പുരുഷന്മാരാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് അത് അവര് തന്നെ സ്ത്രീകളുടെ കൈകളിൽ അത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ സ്ത്രീകളുടെ കൈകൾ ഏൽപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് പഴയതിൽ നിന്നും വളരെ ശക്തമായിട്ട് ഇതിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള വൃത്തികേടുകളും ആ പേക്കൂത്തുകളും ഒന്നും കേൾക്കാതെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ അതിലും വലിയ നാറ്റക്കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് അത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളുടെ മുന്നിലും യാതൊരു പേടിയുമില്ലാതെ ഓരോ ഗ്രൂപ്പുകളും തരംതിരിഞ്ഞു നിന്ന് സകലതും വിളിച്ചു പറയുന്ന ഒരു വൃത്തി, ഇത് എന്താന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.